ജീവിച്ച് കാണിക്കുക തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരു അഭിനയമല്ല, സിനിമയിലൊന്നും നമുക്ക് തോന്നുന്നില്ല, പക്ഷേ യഥാർത്ഥ ജീവിതത്തിലുള്ളതുപോലെ തന്നെ തോന്നുന്നുണ്ട്. ഫാമിലി സ്റ്റോറിയാണ്, മെസ്സേജ് ഉണ്ട് എന്ന് പറയുമ്പോൾ നല്ല സിനിമയാണ്. വളരെ നല്ല രസകരമായിട്ട് കണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. നല്ല ജീവിതസ്പർശിയായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. നമുക്ക് തുടക്കം തൊട്ട് അവസാനം വരെ നല്ല ഒരേ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വയ്യ. നല്ല നല്ല ശരിക്കും ജീവിച്ച് കാണിക്കുക തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരു അഭിനയമല്ല, ഒരു സിനിമയിലൊന്നും നമുക്ക് തോന്നുന്നില്ല, പക്ഷേ യഥാർത്ഥ ജീവിതത്തിലുള്ളതുപോലെ തന്നെ തോന്നുന്നുണ്ട്. പിന്നെ അതിനേക്കാളും അധികം നമ്മൾ ചില മൂല്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണമെന്നും ആ മൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്നതായിട്ടുള്ള വ്യഥ അത് വളരെ നന്നായിട്ട് മുരളി ഗോപി കാണിച്ചിട്ടുണ്ട്. അതേപോലെ ആ മൂല്യങ്ങളെ അടിസ്ഥാനത്തിൽ തന്നെ ജീവിക്കുന്നതായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് ഇന്ദ്രൻസിൻ്റെ അഭിനയം അതും ഗംഭീരമാണ്. മൊത്തത്തിൽ വളരെ നല്ല സിനിമയാണ്. ഫാമിലിയായിട്ടൊക്കെ കാണാൻ പറ്റിയ സിനിമയാണ്. സിനിമ നല്ല സിനിമ, ഒരു കൊച്ചു സിനിമ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതോ പുതിയ സംവിധായകനാണ് എന്ന് പറയുമ്പോൾ ഒരു ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു സിനിമ. ഇന്ദ്രൻസും മുരളി ഗോപിയും പിന്നെ രാജേഷ് ശർമ്മ എന്ന് പറയുന്ന നടനുണ്ട്, പുള്ളിക്കും പ്രാധാന്യമുള്ള റോളാണ്. ഒരു സ്വർണ്ണ ജ്വല്ലറി കവർച്ച, പിന്നെ പ്ലസ് നമ്മുടെ ഫാമിലിയിലെ കുറേ പ്രശ്നം, കടം, അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെയാണ് സബ്ജക്റ്റ്. നന്നായിട്ട് ഒരു സിനിമ ആർക്കും വേണ്ട ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് കാണാം. അതെ, രണ്ടുപേർക്കും രണ്ട് ടൈപ്പിലുള്ള കഥാപാത്രങ്ങൾ, രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചത്, രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇതാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മുരളി ഗോപിയെ കുറേ നാൾ സിനിമകളിൽ ഒന്നും കാണാനില്ലായിരുന്നു. പുള്ളിക്ക് നല്ലൊരു അതിന് ശേഷം ഇടവേളയ്ക്ക് ശേഷം നല്ലൊരു കഥാപാത്രം കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. ഫാമിലി ആയിട്ട് എല്ലാവർക്കും ആയിട്ട് ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് പറയാം. ഫാമിലി സ്റ്റോറിയാണ്, മെസ്സേജ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു നല്ല മെസ്സേജ്, ഒരു സോഷ്യൽ മെസ്സേജ്, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജ് തരുന്നൊരു സിനിമയാണ്.